ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇച്ചുവിനെ കൃഷ്ണനാക്കാൻ പോവാണ്. അതിനുള്ള കാര്യങ്ങളായിട്ട് ഞങ്ങളുടെ കയ്യിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇച്ചു ഓക്കെ അല്ലേ കൃഷ്ണനാവാൻ? ആ, അപ്പോൾ അതെ നമ്മൾ കണിക്കൊന്നൊക്കെ ഉണ്ട് കേട്ടോ, ആർട്ടിഫിഷ്യലാ, കുഴപ്പമില്ല. ആ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മേക്കപ്പ് ചെയ്യാല്ലേ കുട്ടി കൃഷ്ണനെ? അല്ലതാരാ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മേക്കപ്പ് ചെയ്യാം അല്ലേ ഇച്ചു? ഒതുങ്ങിയിരിക്കണം, അല്ല കൊള്ളാവും. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മൾ ഇച്ചുവിനെ കൃഷ്ണനാക്കാൻ പോകണം. അപ്പൊ നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഓക്കെ, ഒതുങ്ങിയിരിക്കണം. ആ, ഉടുപ്പ് ഊരിയിട്ടുണ്ട്. ഇനി നമുക്ക് മുണ്ട് എടുത്തു കൊടുക്കാം. ഓക്കെ, ഒരു മുണ്ട് താമ, ഞാൻ എടുത്തു കൊടുക്കാം. ഓക്കെ, അതെ. എന്താ ഇച്ചു കാട്ടുന്നേ? മാന്തിയതാണോ? അപ്പൊ അതെ മുണ്ട് എടുത്തു കൊടുക്കാണ് കേട്ടോ ഇച്ചുവിന്. അപ്പൊ നമ്മൾ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുണ്ട്. അപ്പൊ അതെ വേഗം വെച്ചോളൂ അമ്മ. ഓക്കെ, എന്നെ തിരി. ഓ, അതാ പോകുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ട് ഇച്ചു? ആ, സൂപ്പർ. ഓക്കെ, എവിടേക്കും നമ്മള് മുണ്ടെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൊണ്ട് എന്താ ചെയ്യുന്നത്? ഇത് തലയിൽ വേണ്ടല്ലോ. ഇത് തലയിൽ നമ്മൾ വേറൊരു സംഭവമാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമുക്ക് അത് എടുത്ത് വെക്കാം. ഓക്കെ, നമുക്ക് പിന്നെ അതെന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ കണ്ണെഴുതണോ, പിരക് എഴുതണോ, എന്തൊക്കെ ചെയ്യണോ? ആ, പിരക് എഴുതണോ. ഓക്കെ, നമുക്ക് ചെയ്യാം. ഓക്കെ, എന്റെ മടി കിടന്നോ. അതെ അമ്മ ആദ്യം ക്രീം തേച്ച് കൊടുക്കണം. ക്രീമൊന്നും ഫസ്റ്റ് ക്രീം തേക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് നമ്മുടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ക്രീം തേക്കാം അല്ലേ? ഓഫ്, കണ്ണൊക്കെ അടച്ചിരിക്കുകയാണല്ലോ ചു. ഓ, നമ്മൾ ശുണ്ടരിയാക്കി തരാം കേട്ടോ. ശുണ്ടരി കൃഷ്ണൻ. ഓഫ് ഓഫ്, ചുണ്ടെന്ത് ഇങ്ങനെയൊക്കെ വെക്കുന്ന വെച്ചുമാ. അപ്പൊ അതെ നമുക്കിനി ക്രീം ഇതാക്കി കൊടുക്കാം. ഓഹോ, എന്താണ്? ചേട്ടനെ ഒന്നും പറയുന്നില്ല. ചേട്ടൻ ഇനി അനങ്ങൂല അല്ലേ? നല്ല കുട്ടിയായിട്ടിരിക്കണേ. അമ്മ ചേച്ചി ചെയ്തു തരികയാണേ. ഓഹി ഓഹി, ഇതാരത്? ശുണ്ട കഴിച്ച് നമ്മുടെ ചേട്ടന് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് മുണ്ടെടുത്ത് കൊടുക്കാം അല്ലേ? ആ, എന്നാ ഞാൻ പിരിക് എഴുതാം. ആ, അമ്മയാണ് പിരിക് എഴുതുന്നത്. കൊള്ളാക്കി കൊടുക്കരുത് കേട്ടോ കുട്ടിക്ക്. ഓക്കെ ഗൈസ്, അമ്മയാണ് പിരിക് എഴുതി കൊടുക്കുന്നത്. നല്ല വൃത്തിക്ക് എഴുതി കൊടുക്കണം. അപ്പൊ അതെ അമ്മ ദേ ഇച്ചുവിന് പിരിക് എഴുതി കൊടുക്കാണ്. ഇച്ചുവിന് പിരിക് എഴുതി കൊടുത്തിട്ട് കുറെ ആയിട്ടോ. അപ്പൊ അത് അമ്മ എഴുതി കൊടുക്കാണ്. ചൊതുങ്ങിയിരിക്കുന്നുണ്ട് സാധാരണ. ഇതാ ഇരിക്കുന്നു. ഓ മൈ ഗോഡ്, നല്ല അതിലൊന്നും കളിക്കല്ലേ ചുമ്മാ. അപ്പൊ അത് നമ്മുടെ ചുട്ടന് പിരിക് എഴുതി കൊടുക്കാണ് അല്ലേ? ആ, എന്തൊക്കെയാ അതൊന്നും ചെയ്യുന്നത്? അതൊന്നും എടുക്കരുത്. അത് ആദ്യം പിരിക് എഴുതട്ടെ. അപ്പോൾ ഗൈസ് നമ്മുടെ ചുട്ടന് അമ്മ എഴുതി കൊടുക്കുകയാണ്. ഞാൻ എഴുതിയിട്ടിട്ട് കൊള്ളായ അതും മതി. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ ഇച്ചുവിന് പൗഡർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിരിക് എഴുതിൻ്റെ മേലെ കൂടെ അതായത് ഇച്ചുവിനും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചുവിന് അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട്. ആ, ഇച്ചുവിന് അറിയോ? ആ ചെയ്. പാവൻ്റെ കുട്ടി. ആ, ഏതാക്കോ അങ്ങോട്ട് നോക്കി ഇച്ചുമാ. അപ്പോൾ അതായത് നമ്മുടെ ഇച്ചുട്ടൻ പിരിക് എഴുതിയിട്ട് അതിൻ്റെ മേലെ പൗഡർ ഇടുകയാണ്. ഇച്ചുട്ടനെ എല്ലാം അറിയാം കേട്ടോ. ഇതെന്താ കാട്ടുന്നത്? എവിടേക്കാ ഇതാക്കുന്നത് ഇച്ചു? ഓക്കെ, അപ്പൊ നമ്മുടെ ചുട്ടനെ മൊത്തം തേച്ച് കേട്ടോ. അറിയാന്ന് പറഞ്ഞിട്ട് തുടച്ചു കൊടുക്കമ്മ. മെല്ലെ തുടച്ചു കൊടുക്കണേ. അത് അമ്മ ചേച്ചി ഇട്ടരാം. അത് തുടയ്ക്കണം മുഖത്ത് നമ്മൾ ഐഷാഡോ ഇട്ട് കൊടുക്കാൻ പോവാണ്. തേച്ചിട്ടന്റെ മുഖത്തുള്ള പൗഡറൊക്കെ അമ്മ തുടയ്ക്കാണ് കേട്ടോ. കഴിഞ്ഞോ? ഇവിടെ ഇരിക്കി, എന്റെ മടിയിലിരിക്കി. ഓഫ്, നമ്മുടെ ഇച്ചൂട്ടൻ കുറെ നേരം എഴുന്നേറ്റ് നടക്കുന്നു. ഒന്നല്ലേ ഈ മടിയിലല്ല ആ മടിയിൽ പിടിക്ക്. അത് തുറക്കണേ. എന്റെ കുട്ടീനെ ഇങ്ങനെ ഇരിക്കട്ടെ. ഒരാരിന് എത്ര വയസ്സായി കുഞ്ഞിന്? പറയൂ. വയസ്സ് കുഞ്ഞിവാവ കേട്ടോ. ഇപ്പൊ ബ്രഷ് വെച്ചിട്ടുള്ളൂ. കുഞ്ഞിവാവ ബ്രഷൊന്നുമില്ലല്ലോ. ബ്രഷില്ല, നമ്മൾ കൈ കൊണ്ട് എടുക്കണം. അപ്പൊ ഇച്ചുന് ഏതാളാറാ വേണ്ടയില്? ഏതാണ് ഗൈസ്? നമ്മുടെ ഇച്ചൂട്ടന് ആ മിനുക്കുള്ളതാണോ അല്ല അതാണോ വേണ്ടേ? ഓഫ്, അത് മുഖത്തിടാനുള്ള ഐഷാഡോ ആണ്. ഇത് പിടിക്കും. അപ്പൊ നമ്മുടെ ഇച്ചുട്ടന് അതെ മതി. ആ മിനിക്കട്ട് കൊടുക്കും. നമുക്ക് ഇതിട്ടരാം. ആ, ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് നമ്മുടെ ഇച്ചുട്ടന് ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. കണ്ണടക്കി ഇങ്ങനെ അടയ്ക്കുന്നത് സാധാ ഉറങ്ങുന്ന മാതിരി അടച്ചാൽ മതി. ആ, അപ്പൊ ഗൈസ് നമ്മുടെ ഇച്ചുട്ടന് ഐഷാഡോ ഞാൻ ഇട്ടു. എന്താണ്? അപ്പൊ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓരോ സമയത്ത് ഓരോരോ കളറാണല്ലോ. ആ, ഓക്കെ, ഏറ്റിട്ടുണ്ട്. ആ, ഇട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ ചുട്ടന് വെറൈറ്റി കളറാണ് ഓരോരോ സമയം പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മള് എല്ലാ കളറും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതന്നെ എടുത്തിട്ടുള്ളത്. ആ, അത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഓരോരോ സമയത്തും ഉണ്ടാ. ആ, എടുത്തു.
ഓരോ സമയത്ത് ഓരോരോ കളറാ പറയുന്നത്. അത് മതി. ഓക്കെ, അതെന്താ കളറ്? അത് കണ്ടോ ഐസിച്ചൂട്ടിന് ഭയങ്കര പണിയാണ് ഈ ഐഷാഡ് ഒക്കെ ഇട്ട് കൊടുക്കല് കേട്ടോ. അവൾക്ക് ഓരോരോ സമയത്ത് ഓരോരോ കളറാണ്. അപ്പോൾ നമ്മൾ ഐഷാഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അമ്മേ. അപ്പൊ ഗൈസ് നമ്മുടെ ചുട്ടൻ ഐഷാഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചുള്ളിയിൽ വെക്കാം കേട്ടോ. അപ്പൊ അത് വെച്ചോ. ഇന്ന് തീരുവോ? വേഗം വെക്കൂ. ഓഫ് ഓഫ് ഗൈസ് നമ്മുടെ ചുട്ട ഉള്ളിൽ വെക്കാനുള്ള ശ്രമത്തിലാണ്. ഓഫ് വെക്കൂ. എന്തൊക്കെയോ കാട്ടുന്നില്ല. അപ്പൊ ഗൈസ് നമ്മൾ അടുത്തത് ചുരു പൊട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. വേണ്ട, അമ്മ ചേച്ചി തരാം. അതാ തെറ്റി പോന്ന്. ഇതാ ഇച്ചുമ്മ കയ്യിലാവിച്ചു, അതുകൊണ്ടാണ് അങ്ങോട്ട് വാ. എന്താണ് പ്ലീസ്? നമ്മുടെ ലിപ്സ്റ്റിക് ഒക്കെ ഇടണം ചുണ്ടില്. അതും ഇട്ടര വാ. ഗൈസ് നമ്മുടെ ചുട്ടനെ സോപ്പിൽ നിർത്തിയില്ലെങ്കിൽ വളരെ പ്രശ്നമോ. ഇതാ ഇതിട്ടരെ, പൗഡർ വേണ്ട. ഇനി വാ ഇതിട്ടര, പൊട്ടിട്ടര. വാ ഇവിടെ ഇരിക്കും പ്ലീസ്. കണ്ടോ തോല കുടിപ്പിക്കൂ. ഇവിടെ കിടക്കണ എന്തിനാ? എന്താ കാട്ടുന്ന? ഇരിക്കും പൊന്നെ. മുഖമൊക്കെ എപ്പോ? ഇവിടെ ഇരിക്കേ. അപ്പൊ ഗൈസ് നമ്മുടെ ചുട്ടനെ പൊട്ടിട്ട് കൊടുക്കുകയാണ്. പൊട്ടിടാ നിൽക്കുമ്പോ ചിരിക്കുന്നു. ഗൈസ് ചിരിക്കാൻ തുടങ്ങാണ്. ചിരി വരുന്നുണ്ടോ? അമ്മ ഇട്ട് കൊടുക്കമ്മ. ഇത് മൊത്തം ചിരിയാണ്. ചിരി കൊടുക്കുകയാണിത്. അപ്പൊ അത് അമ്മ ഇട്ട് കൊടുക്കാം. ഞാൻ പിടിച്ചുതരാം. ഓക്കെ, ഇത് അമ്മ ഇട്ട് കൊടുക്കാം. ആ ചിരി തുടങ്ങി ഇട്ട് കൊടുക്കാം. എനിക്ക് വരയ്ക്കാൻ കഴിയും. അമ്മയ്ക്ക് വരയ്ക്കുന്ന്. ഞാൻ പറഞ്ഞോ കയ്യിലാവുന്ന്. അപ്പൊ കഴിച്ചിട്ട് അമ്മ തലയിൽ തേച്ചിട്ടുണ്ടത്. ഓക്കെ, നമ്മൾക്ക് ഇട്ടുതരാം. ഇനി ചിരിക്കരുതേ. നല്ല കുട്ടികൾ ചിരിക്കൂല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഒരു കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇതൊക്കെ ഇതാക്കാം. ഇതായില്ല ചോ. കുത്ത ഇനി ഇവിടെ ഇതാക്കി തരാം പ്ലീസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചുട്ടന് പൊട്ട് വരച്ചു കൊടുക്കുകയാണ് നമ്മൾ. അപ്പം നമ്മൾ ഇതെങ്ങനെ എടുത്തിട്ടാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം അമ്മ ചേച്ചി, എൻ്റെ അച്ഛമ്മ ഇവള് ഗൈസ് ഇത് കുറച്ച് മെനക്കേടുള്ള പണിയാണ്. എന്താണ് എന്താണ് ചിരിക്കുന്നുണ്ടായോ? പൊട്ട് സൂപ്പറായല്ലോ. പൊട്ട് സൂപ്പറായി. അമ്മ എങ്ങനെയൊക്കെയാ പൊട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. പക്ഷെ കുറച്ചൊക്കെ ഒന്ന് കൊള്ളായി. പക്ഷെ കുഴപ്പമില്ലാതെ വരച്ചെടുത്തിട്ടുണ്ട് അല്ലേ? നോക്ക് വായിക്കില്ലേ? ഇതാരത്? മതി കണ്ണില് കണ്ണ്. ഓക്കെ, ശുണ്ടരി അയക്കുന്നു കേട്ടോ. എന്താണ്? അങ്ങോട്ട് വാ, അമ്മ ചേച്ചി റെഡി ആയി തരാം. അപ്പൊ ഗൈസ് നമ്മൾ അടുത്തത് ചുനി മുണ്ടെടുത്ത് കൊടുക്കാൻ പോണോ. മുണ്ട് തയ്ച്ചോ? എന്തത്? ഇങ്ങോട്ട് വാ, മുണ്ട് കൊടുത്തരാ വാ. ഇച്ചുവിന് ഇതാ മുണ്ട് എടുത്ത് കൊടുക്കാൻ പോവാണ്. ഇതാ അപ്പൊ ഗൈസ് നമ്മുടെ ഇച്ചുട്ടാന് മുണ്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് കുത്തുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഈ ഒരു മുണ്ടാട്ടം എടുത്തിട്ടുള്ളത് അല്ലേ? അത് കൊടുത്തോ. അപ്പൊ ഇത് അമ്മയാണ് മുണ്ട് എടുത്ത് കൊടുക്കുന്നത്. ഓഫ് ധാരത് ധാരാ കുട്ടിക്കൃഷ്ണനാ. അപ്പൊ ഗൈസ് നമ്മുടെ ഇച്ചുവിന് മുണ്ടൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ. അതാരാ? കുട്ടിക്കൃഷ്ണൻ. ഇങ്ങോട്ട് വാ. ഇത് അതിന്റെ മേലെ കൂടെ. ഓക്കെ, ഇതാ നമ്മുടെ കുട്ടിക്കൃഷ്ണനായിട്ടുണ്ട്. മുണ്ടൊക്കെ എടുത്ത് സുന്ദരിയായിട്ടോ. സൂപ്പറായി. അത് വേണോ? അതെന്തിനാ? അത് അങ്ങനെയല്ലേ ചു കാണിക്ക്. ഇങ്ങനെ കേട്ടോ. ഇതാരാ? അതുണ്ടോ നല്ല രസമുണ്ട് ഇല്ലേ നമ്മുടെ കുട്ടിക്കൃഷ്ണനെ കാണാൻ. ഇനി മറ്റേ തലയിലും കൂടി ഒരു സാധനം ഇതാക്കണം. ഓക്കെ, ഈ ഷാള് നമ്മൾ മെടഞ്ഞിട്ട് ഇച്ചുവിൻ്റെ തലയിൽ കെട്ടി കൊടുക്കും കേട്ടോ. അപ്പൊ നമ്മളിത് മെടയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയല്ല അമ്മ, ഇങ്ങനെയല്ല, ഞാൻ ഇതാക്കി തരാം. അപ്പൊ എന്തായാലും നമ്മൾ മെടയാൻ പോവാണ്. നമുക്ക് ഫസ്റ്റോട്ട് നമുക്ക് തുടങ്ങാം. അത് അഴിക്കടന്ന് അഴിക്കൂ. എന്താണ് അമ്മ കാട്ടുന്നേ? എന്താണ് ചുമ്മാ കാട്ടുന്നത്? എന്തൊക്കെയോ കാട്ടുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് നിൽക്ക്. ഇനി നിന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കഴിച്ച് നമ്മൾ മെടഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ചുമ്മാ കെട്ടിക്കൊടുക്കാം. ഓക്കെ, കെട്ടാൻ പോവാണ്. നോക്കട്ടെ. ശുണ്ടരി ആയല്ലോ. നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു ഇതും കൂടി ഉണ്ടാക്കാം. ഓക്കെ, ഒരു ചുറ്റും കൂടിയും ചുറ്റാം. ഓക്കെ ആയിട്ടുണ്ട്.
ഓക്കെ കെട്ടി കൊടുക്കാം. കെട്ടെ അമ്മ കെട്ടിക്കോ, എനിക്ക് കെട്ടല് ലൂസായി പോയാലോ. കെട്ടിക്കോ. അപ്പൊ അതെ നമ്മുടെ ചുട്ടനെ ഇതേ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ചുട്ടനെ തലയെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഈ ചുട്ടന് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ വീണേനെ. അപ്പൊ മുടിയായിട്ടാണ് ചുട്ടൻ അത് ഇതാക്കുന്നത് കേട്ടോ. ഓ പാട്ടി കളിക്കുന്ന ചുമ്മാ, അത് മുടിയല്ല ഷാളാണ് ഗൈസ്. അമ്മ ദേ ചുട്ടനെ ഈ മുണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഇതായിട്ട് കൊടുക്കാണ് കേട്ടോ. ഈ ചുട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അല്ലേ. ഓ മുടിയൊക്കെ വന്നപ്പോ ആരാ അത്. ഇനി നമുക്ക് വടി വേണ്ട ചുന് ഓടക്കുഴൽ, അത് അമ്മ ചേച്ചി അവിടെ നേരെ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പൊ ഗൈസ് നമ്മുടെ ചുട്ടന് മയിൽപ്പീലി വെച്ച് കൊടുക്കാണ്. 2 മയിൽപ്പീലി ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടൊക്കെയാണ്. അപ്പൊ നല്ല രസമുണ്ട് അല്ലേ ചുമ്മാ. ചുട്ടന് ഇഷ്ടായോ? ഇഷ്ടായോ? ഇഷ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് ഇത് കണിക്കൊന്ന കൊടുത്തിട്ടുണ്ട് ഈ ചുട്ടനില്ലേ. അപ്പൊ ഇത് പ്ലാസ്റ്റിക് ആണ്, എന്നാലും കുഴപ്പമില്ല അല്ലേ. ഒഫിച്ചുട്ടൻ കണിക്കുന്നൊക്കെ പിടിച്ച് ആരത് നല്ല ഇഷ്ടം. വടി തരാട്ടോ ഇച്ചുട്ടന്. അപ്പൊ ഇച്ചുട്ടന് വടിയാണ്. വടി എന്ന് വെച്ചാൽ ഓടക്കുഴലാണ് കേട്ടോ. അതിനാണ് വെച്ചു വടി എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഓടക്കുഴൽ മേടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് തലക്കാലം വല്ല വടിയോ എന്തെങ്കിലും എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ. നമ്മുടെ കുട്ടി കൃഷ്ണന് ഇതേ കൃഷ്ണനെ കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇതേ കൊടുത്തോ അമ്മയേ. ഇച്ചിരി പൊന്തുണ്ടോ? അപ്പൊ ഇച്ചിട്ട് എങ്ങനെയൊക്കെയാട്ടോ പിടിക്കുന്നത്. ഓക്കെ ഇഷ്ടായില്ലേ. അതാ ഊരി പോകുന്ന ഓരോ സാധനങ്ങളും ഒക്കെ നമ്മൾ സെറ്റാക്കി. ഗൈസ് ഇതാണ് നമ്മുടെ ചുട്ടന്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അങ്ങോട്ട് നോക്കി ചുമ്മാ. അപ്പൊ ഇതില് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത് പറയണേ. ഇതാണോ എന്ന്. നമ്മുടെ ചുട്ടൻ്റെ മുടിയൊക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് അല്ലേ. ഇവിടെ വന്നിക്ക് നോക്കട്ടെ, ഒരേപോലെ ഉണ്ടോ നോക്കട്ടെ. അതാ 3. ഓക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്ക് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യാം അല്ലേ. അങ്ങോട്ട്